മലയാളത്തിൽ നിന്നുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. അനവദ്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ സന്തതിയില്ലാത്തവൻ, ഓപ്ഷൻ ബി അനാഥൻ, ഓപ്ഷൻ സി ബുദ്ധിയില്ലാത്തവൻ, ഓപ്ഷൻ ഡി ഏകാന്തത അനുഭവിക്കുന്നവൻ. ഏതാണ് ശരി ഉത്തരം? സന്തതിയില്ലാത്തവൻ എന്നാണ്. പഠിച്ചോണേ, അനവദ്യൻ എന്ന പദത്തിന് അർത്ഥം എന്താണ്? സന്തതിയില്ലാത്തവൻ. അടുത്ത ചോദ്യം നോക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഇത്. ഓപ്ഷൻ എ ഐക്യമത്യം. ഐക്യമത്യം ശരിയാണോ? അല്ല, തെറ്റാണ്. ഐക്യമത്യം എന്നില്ല. പിന്നെ എങ്ങനെ അത് എഴുതാൻ? ഐകമത്യം എന്നേ ഉള്ളൂ. ഐകമത്യം, ഇതാണ് അതിന്റെ ശരിയായ രൂപം. രണ്ടാമത് നോക്ക്. വിമ്മിഷ്ടം. വിമ്മിഷ്ടം എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നതെങ്കിലും ശരി എന്താണ്? വിമ്മിട്ടം എന്നേ ഉള്ളൂ. അതിനെ നമ്മൾ എങ്ങനെ കറക്റ്റായിട്ട് എഴുതാൻ? വിമ്മിട്ടം. വിമ്മിട്ടം, ഇതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി നോക്ക്. സാമ്രാട്ട്. സാമ്രാട്ട് എന്നുണ്ടോ? ഇല്ല. പിന്നോ സമ്രാട്ട്. സമ്രാട്ട്, ഇതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ മൂന്നെണ്ണവും തെറ്റാണ്. അപ്പൊ ശരി ഏതായിരിക്കും? കവയിത്രി എന്നുള്ളത് ശരിയാണ്. ഓപ്ഷൻ ഡി ശരി. താഴെ തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? നമുക്ക് ഏതാണ് അതിൽ സ്ത്രീലിംഗമെന്നോ പുല്ലിംഗമെന്നോ പറയാൻ സാധിക്കുന്നത്? ഓപ്ഷൻ എ മിടുക്കർ. അതിൽ പുരുഷന്മാരോ സ്ത്രീകളോ വരാം. ശൂദ്രൻ, അതിലും വരാം. പുരുഷന്മാർ പുല്ലിംഗമല്ലേ? അപ്പം അതിനകത്ത് ലിംഗമുള്ളത് സലിംഗ എന്തോന്നാണ്? ബഹുവചനം. ഏതാണത്? ഓപ്ഷൻ സി പുരുഷന്മാർ. ഇനി 94. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ചുരുക്കി പറയുക എന്നാണ്. എന്താണ്? ചുരുക്കി പറയുക. ദെൻ 95-ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. പിഞ്ഞാണവർണ്ണം. പിഞ്ഞാണവർണ്ണത്തെ ശരിയായി വിഗ്രഹിച്ചെഴുതിയാൽ എന്താണ് ഉത്തരമായി വരുന്നത്? പിഞ്ഞാണത്തിന്റെ വർണ്ണം എന്നല്ലേ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പിഞ്ഞാണത്തിന്റെ വർണ്ണം.